നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് സർക്കാർ പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം തുടങ്ങുകയാണ്. 2026 ഫെബ്രുവരി മാസത്തിലായിരിക്കും നിങ്ങൾക്ക് ഈ തുക ലഭിക്കുക. അതിൻ്റെ പ്രാരംഭ നടപടി എന്നോണം നമ്മൾ കൊടുത്ത അപേക്ഷകൾ ഇപ്പോൾ പരിശോധന നടത്തുകയാണ്. പരിശോധന നടത്തിയ ആളുകൾക്ക് ചില മെസ്സേജുകൾ വരുന്നുണ്ട്. അതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളോ വരുന്നതല്ല. ഗവൺമെൻറ് നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് മാസം 1000 രൂപ ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ എന്നുള്ളത്. മറ്റ് പെൻഷൻ ലഭിക്കുന്നത് പോലെ തന്നെ എല്ലാ മാസവും ലഭിക്കുന്ന ഈ ഒരു പെൻഷൻ പദ്ധതിയിലേക്ക് ഇപ്പോൾ 13 ലക്ഷത്തിൽ പരം ആളുകളാണ് ഇപ്പോൾ അപേക്ഷ നൽകിയിട്ടുള്ളത്. ഇനിയും ഒരുപാട് ആളുകൾ ഈ പദ്ധതിയിൽ അപേക്ഷ സമർപ്പിക്കാനുണ്ട്. അപേക്ഷ സമർപ്പിച്ച ആളുകൾക്ക് ഫെബ്രുവരി മാസം മുതൽ തന്നെ പെൻഷൻ അവരുടെ അക്കൗണ്ടുകളിൽ എത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഫെബ്രുവരി മാസത്തിലെ ആദ്യ വാരം തന്നെ അവർക്ക് പണം അവരുടെ അക്കൗണ്ടിലെത്തും. അതിനുള്ള പരിശോധന ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം തന്നെ രേഖകളുടെ പരിശോധനയാണ് നടത്തുന്നത്. നമ്മൾ കൊടുത്ത ആധാർ നമ്പർ വെച്ച് മറ്റ് പെൻഷൻ പദ്ധതിയിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ, അതുപോലെ തന്നെ മറ്റ് സർക്കാരിൻ്റെ സഹായങ്ങൾ എല്ലാ മാസവും ലഭിക്കുന്ന ആളുകളാണോ എന്നെല്ലാം പരിശോധന നടത്തുന്നുണ്ട്. അങ്ങനെ പരിശോധന നടത്തുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയമുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നമ്മൾ കൊടുത്ത രേഖയിൽ എന്തെങ്കിലും ക്ലിയർ കമ്മി ഉണ്ടെങ്കിൽ എല്ലാം നമുക്ക് മെസ്സേജുകൾ വരുന്നുണ്ട്. ആധാറുമായി ലിങ്ക് ചെയ്ത ഫോണിലേക്കാണ് മെസ്സേജുകൾ വരുന്നത്. രേഖകൾ ഒന്നുകൂടി അപ്ലോഡ് ചെയ്യണം, നമ്മുടെ അപേക്ഷ സിറ്റിസൺ ലോഗിനിലേക്ക് തന്നെ തിരിച്ചയച്ചിട്ടുണ്ട്, ഇങ്ങനെയുള്ള മെസ്സേജുകളാണ് വരുന്നത്. പ്രത്യേകിച്ച് സ്വന്തമായി ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. ഇത് നമുക്ക് സ്വന്തമായി തന്നെ ചെയ്യാൻ സാധിക്കുന്നൊരു അപേക്ഷയായിരുന്നു. അങ്ങനെ സ്വന്തമായി ചെയ്ത ആളുകൾക്കാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജുകൾ വരുന്നത്. നമ്മൾ കൊടുത്ത രേഖകൾ ചിലപ്പോൾ അതിൻ്റെ സൈസ് കുറക്കുന്ന സമയത്ത് തീരെ ക്ലിയർ ഇല്ലാതായി പോയതുണ്ട്. അതുപോലെ തന്നെ രേഖകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം ഇപ്പോൾ മെസ്സേജുകൾ വരുന്നുണ്ട്. നിങ്ങൾ അപേക്ഷ കൊടുത്ത ആളുകളാണെങ്കിൽ എസ് എന്നും എല്ലാത്ത ആളുകൾ നോ എന്നും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഏതായാലും അപേക്ഷ എല്ലാ ആളുകൾക്കും ഈ ഒരു മാസം മുതൽ തന്നെ പെൻഷൻ അവരുടെ അക്കൗണ്ടിലെത്തും. നമുക്കറിയാം, പഞ്ചായത്ത് ഇലക്ഷന് മുന്നോടിയായിട്ടായിരുന്നു സർക്കാർ ഈ പ്രഖ്യാപനം നടത്തിയിരുന്നത്. അന്ന് പ്രഖ്യാപിച്ച മറ്റൊരു കാര്യമായിരുന്നു മാസം 1000 രൂപയുടെ പെൻഷൻ ലഭിക്കുന്ന, മാസം 1600 രൂപ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് 400 രൂപ വർദ്ധിപ്പിച്ച് 2000 രൂപ ആക്കുക എന്നുള്ളത്. അത് കഴിഞ്ഞ മാസം മുതൽ, 5 മാസം മുതൽ, ഡിസംബർ മാസം മുതൽ തന്നെ വർദ്ധിപ്പിച്ച തുക പെൻഷൻ അവരുടെ അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ സ്ത്രീ സുരക്ഷാ പെൻഷൻ അന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഇതുവരെയും നൽകിയിട്ടില്ല. ഈ ഒരു ഫെബ്രുവരി മാസം മുതലായിരിക്കും അവർക്ക് പെൻഷൻ നൽകുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. ഇനിയും അപേക്ഷിക്കാത്ത ആളുകളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷ സമർപ്പിക്കുക. ഇത് നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുള്ള 35 വയസ്സിന് മുകളിൽ 60 വയസ്സ് വരെ പ്രായമുള്ള, സർക്കാരിന് മറ്റ് ആനുകൂല്യങ്ങൾ ലഭിക്കാത്ത സ്ത്രീകൾക്കാണ് ഇപ്പോൾ ഈ ഒരു പെൻഷൻ ലഭിക്കുന്നത്. നിലവിൽ മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡില്ലാത്തത് കൊണ്ട് ഒരുപാട് ആളുകൾ അപേക്ഷ സമർപ്പിക്കാത്ത ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പോൾ അർഹതയുണ്ടെങ്കിൽ അവർക്ക് ചുവപ്പ് റേഷൻ കാർഡിലേക്ക് മാറാൻ അവസരമുണ്ട്. ഈ ഒരു ഫെബ്രുവരി മാസം 15-ാം തീയതി വരെ അവർക്ക് ചുവപ്പ് റേഷൻ കാർഡിന് അപേക്ഷ സമർപ്പിക്കാം. 1000 സ്ക്വയർ ഫീറ്റിന് താഴെ വീട്ടിൽ താമസിക്കുന്ന സ്വന്തമായി വാഹനമില്ലാത്ത ആളുകൾക്കെല്ലാം ഈ ഒരു അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും ചുവപ്പ് റേഷൻ കാർഡ് ലഭിക്കും. അങ്ങനെ നിങ്ങൾക്ക് ചുവപ്പ് റേഷൻ കാർഡ് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു അപേക്ഷ സമർപ്പിക്കാം. അതുപോലെ തന്നെ മറ്റ് പെൻഷനുകൾ, വാർദ്ധക്യ വിധവാ പെൻഷൻ പോലത്തെ പെൻഷനുകൾക്കും ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. നമുക്കറിയാം, ഇനി നിയമസഭാ ഇലക്ഷൻ വരികയാണ്. ആ നിയമസഭാ ഇലക്ഷന് മുന്നോടിയായി തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം പെട്ടെന്ന് തന്നെ അത് അപ്രൂവൽ ആകും. അതുപോലെ തന്നെ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ ചുവപ്പ് റേഷൻ കാർഡിന് ആവശ്യമുള്ള ആളുകൾക്കും അപേക്ഷ കൊടുത്താൽ പെട്ടെന്ന് തന്നെ അപ്രൂവൽ ആകുന്നുണ്ട്. പഞ്ചായത്ത് ഇലക്ഷൻ സമയത്താണ് സർക്കാർ ഇങ്ങനെ പ്രഖ്യാപനം നടത്തിയത്. ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് നിയമസഭാ ഇലക്ഷൻ ഉള്ളത്. ഏകദേശം 60-70 ദിവസങ്ങൾക്കപ്പുറം നിയമസഭാ ഇലക്ഷൻ കൂടി നടക്കുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അപേക്ഷകൾക്ക് പെട്ടെന്ന് തന്നെ സർക്കാർ തീർപ്പ് ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.